നിത നിതനെ എന്നും കാണുന്നേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിതയുടെ ടേൺ എത്തിയിരിക്കുകയാണ്. നിത ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? நான் இங்கே பாட போகிற சாங் வந்து இசை முரஸ் நாகூர் மணிஃபா சாஹிபோட ரொம்ப ஃபேமஸ் சாங் தான், அருள்மழை பொழிவாய் ரஹ்மானே. இந்த சாங் அவங்களோட ரசிகருக்காக நான் ഡെഡിക്കേറ്റ് பண்ணுறேன். എന്തായാലും അത് കലക്കി, അത് ഗംഭീരമായി ഒരു കൈയടി കുട്ടിക്ക് കൊടുക്കൂ. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഹെവി ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പം ഞങ്ങളൊക്കെ റെഡിയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പാട്ട് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഗുഡ് ലക്ക്. താങ്ക് യു. அருள்மழை பொழிவாய் ரஹ்மானே, அருள்மழை பொழிவாய் ரஹ்மானே. ஆலமெல்லாம் அழகாய் படைத்தோனே, ஆலமெல்லாம் அழகாய் படைத்தோனே, அண்ணல் நபி தந்தோனே. அருள்மழை பொழிவாய் ரஹ்மானே, அருள்மழை பொழிவாய் ரஹ்மானே. மகத்துவமோங்கும் அருஷின் தலைவாய் மாண்பு மிகுந்தவன் நீயே, நிகரில்லாத தனியோ நீயே, நேர்மையாடனும் நீயே. இதமுடன் உயிர்கள் படைத்தவன் நீயே, இதமுடன் உயிர்கள் படைத்தவன் நீயே. எங்கள் முகம் பார்ப்பாயே, அருள்மழை பொழிவாய் ரஹ்மானே, அருள்மழை பொழிவாய் ரஹ்மானே. ஆகுக என்னும் குஞ்சென்ற சொல்லால் அனைத்தையும் படைத்தவன் நீயே. பாகுடன் குர்ஆன் வேதம் தந்த வாய்மையாளனும் நீயே. அனுதினம் உன்னை மறவாதிருக்கும், அனுதினம் உன்னை மறவாதிருக்கும் ஆற்றல் நீ தருவாயே. அருள்மழை
நிறைந்தனை பொறுத்தே அன்பே சொரிந்தவன் நீயே. நீதி நபியா இப்ராஹீமை நெருப்பினில் காத்தவன் நீயே. நலம் பெற எங்கள் பாவங்கள் போக்கி, நலம் பெற எங்கள் பாவங்கள் போக்கி, நன்மை வாழ்வழிப்பாயே. அருள் மழை பொழிவாய் ரஹ்மானே, அருள் மழை பொழிவாய் ரஹ்மானே. எல்லா புகழும் உனக்கே சொந்தம் அல்லாஹ் ஏற்றுக்கொள்வாயே. எல்லா புகழும் உனக்கே சொந்தம் அல்லாஹ் ஏற்றுக்கொள்வாயே. நல்லார் நெஞ்சில் என்றும் வாழும் வல்லமையாளனும் நீயே. பாங்குடன் எங்கள் துஆவை ஏற்று, பாங்குடன் எங்கள் துஆவை ஏற்று, பாவம் பொறுத்தருள்வாயே. அருள் மழை பொழிவாய் ரஹ்மானே, அருள் மழை பொழிவாய் ரஹ்மானே. ஆலமெல்லாம் அழகாய் படைத்தோனே, ஆலமெல்லாம் அழகாய் படைத்தோனே, அண்ணல் நபி தந்தோனே. அருள் மழை பொழிவாய் ரஹ்மானே, அருள் மழை பொழிவாய் ரஹ்மானே. நீதா, இதா. அவரோட என்ன ചോദിക്കണം അല്ലേ? எப்படி இருந்தது இந்த பெர்ஃபார்மன்ஸ்? அன்வர்கா நிதா நல்லா இருக்கு, சூப்பரா இருக்கு, சூப்பரா இருந்தது. ആ താങ്ക് യു. நீங்க பாட உங்களுக்கு பிடிச்சிருக்கா? നീ പാടിയത് നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന്? ആ பிடிச்சிருக்கு. തമിഴിൽ ചോദിക്കാം. നീയല്ലേ തുടങ്ങി വെച്ചത് തമിഴ്? അത് മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ആ, അതിനു വേണ്ടി പഠിച്ചിട്ട് വന്നതാണ്. ഓക്കെ, വീണ്ടും പ്രിയപ്പെട്ട ഷെയ്മുരശ് നാഗൂർ എം ഹനീഫ സാഹിബിൻ്റെ പാട്ട് കലക്കി, ഉഗ്രനായിട്ട് പാടി, കലക്കി. താങ്ക് യു. ഇതില് നികരില്ലാത തനിയോ നീയേ, അദ്ദേഹം പാടിയിട്ടുള്ളത് നേർമയാളനും നീയേ, അത്രേ പാടിയിട്ടുള്ളൂ. മക്കള് വേറൊരു ഭീകര സംഗതി പാടിയല്ലോ. പാട് മക്കളെ. நிகரில்லாத തനിയോ നീയേ, അടുത്ത നേർമയാളനും നീയേ. വേറെയുണ്ടല്ലോ. പാഹുടം ഖുർആൻ വേദം തந்த വായ്മയാളനും അങ്ങനെ പാട വായ്മയാളനും നീ, വായ്മയാളനും നീയേ അല്ലേ? അങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് ഹനീഫ സാഹിബ് ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ മക്കളെ. അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൽ പോലും സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത സംഗതിയാണ്. മക്കൾ വളരെ ഭംഗിയായിട്ടത് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഉഗ്രനാണ്. അത് വേറെയും ബാക്കി വരുന്ന 2 സ്ഥലത്തും അതേ സാധനം അതേപോലെ കൃത്യമായിട്ട് വൃത്തിക്ക് പാടിയിട്ടുണ്ട്. എന്താ പറയുക, ഇതൊരു സമർപ്പണമാണ്, പടച്ചവനിലേക്കുള്ള സമർപ്പണമാണ്. എല്ലാം പടച്ചവനാണ്. അതായത് ഒരു വാക്കുണ്ട്, അതായത് എന്താ പറയുക, കുൻ എன்ற സൊല്ലാൽ, അതായത് കുൻ എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് ലോകം മുഴുവൻ സൃഷ്ടിച്ചവനാണ് ഏകദൈവമായ പടച്ചവൻ, അള്ളാഹു എന്ന് പറയുന്നത്. അപ്പോൾ ആ അള്ളാഹുലേക്കുള്ള
കംപ്ലീറ്റ് ആയിട്ടുള്ള സമർപ്പണം, ശബ്ദം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മൊത്തത്തിലുള്ള സമർപ്പണമാണ് ഈ പാട്ട്. വളരെ ഭംഗിയായിരുന്നു മക്കളെ, കലക്കി കളഞ്ഞു. താങ്ക് യു. താങ്ക് യു സോ മച്ച് അൻവർക്ക. ശബ്ദം അദ്ദേഹം തന്നെ അള്ളാഹുവിന് സമർപ്പിച്ച ഒരാളാണ്, ജീവിതം തന്നെ അല്ലേ? കാര്യം ആ പാട്ടുകളിലുണ്ട് ആ സമർപ്പണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഇമോഷണലായി മോള് പാടുന്ന കാര്യം. സന്തോഷം കൊണ്ടുള്ള ഒരു നമ്മൾ ഇമോഷണൽ ആവില്ലേ, ആ ഒരു സംഭവമാണ്. കാര്യം നമ്മൾ പാടി കേൾക്കാത്തതാണ്. അതും മോളുടെ ആ ഒരു വോയിസ് ടോണിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും എനിക്കൊരു എന്താ പറയുക, ഒരു ഗൂസ് ബംസ് ഒക്കെ ആയിട്ട് വല്ലാത്തൊരു സ്പിരിച്വൽ എക്സ്റ്റസിയാണ്, ഒരു എലിവേഷനാണ് വന്നത്. ഇതുപോലെ തന്നെ പാടി ശ്രമിച്ച് ഇതിലും നല്ല വലിയ പാട്ടുകളെടുത്ത് ഇദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ എടുത്ത് പഠിച്ചാൽ തന്നെ മോളെ ഇറ്റ്സ് ലൈക്ക് ഒരു എന്താണ്, ഒരു ഫുൾ സിലബസ് പഠിക്കുന്ന പോലെയാണ്. ഒരു പാട്ട് മതി. താങ്ക് യു സോ മച്ച്. നല്ല കമന്റ്സ് ഒക്കെയാണ് കിട്ടിയത്.